ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഫേസ്ബുക്കിൽ വായിച്ചതാണ് ഋഷു എന്നൊരാൾ എഴുതിയത്. വായിച്ചപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു പക്ഷേ പലരും വായിച്ച കഥ തന്നെ ആയിരിക്കാം നമ്മുടെ എല്ലാവരുടെയും കഥ. വായിച്ചവരും കേട്ടവരും ഒരിക്കൽ കൂടെ കേട്ടാലും വായിച്ചാലും ഒരു കുഴപ്പവുമില്ലാത്തൊരു കഥ. എനിക്കറിയുന്ന ഒരു 40കാരി സ്ത്രീയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഗ്രാമീണതയുടെ നിഷ്കളങ്കത തുളുമ്പുന്ന ഒരു തനി നാട്ടിന് പുറത്തുകാരി, നല്ല ചുറുചുറുക്കുള്ളൊരു വീട്ടമ്മ. 45-ാം പിറന്നാൾ കഴിഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ അവൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ടു. മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ആ മാറാരോഗത്തിന് കീഴടങ്ങുകയും ചെയ്തു. അവൾ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു. പാവം, അയാൾക്ക് അവൾ ജീവനായിരുന്നു. ഏതോ കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് അയാൾ. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളാണ് ഇവർക്ക്. ഇടയ്ക്കിടെ യാത്ര ചെയ്യേണ്ടി വരുന്നയാൾ അമ്മയില്ലാതെ അവരെ എങ്ങനെ നോക്കുമോ എന്തോ. അതോർത്തപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. അവളായിരുന്നു അന്നോളം ആ വീടിൻ്റെ ആ ജീവാത്മാവും പരമാത്മാവും. എല്ലാം അവൾ ഒറ്റയ്ക്കാണ് നോക്കി നടത്തിയിരുന്നത്. കുട്ടികളുടെ പഠിപ്പ്, അവരുടെ ട്യൂഷൻ, അയാളുടെയും അവളുടെ അച്ഛനമ്മമാരുടെ അസുഖങ്ങൾ, അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ അവൾ ഒരു കുറവും വരുത്താതെ നോക്കി നടത്തിയിരുന്നു. കുടുംബത്തൊരു ചടങ്ങുണ്ടായാൽ അതിൽ എന്തിനും ആദ്യ അവസാനം അവളാണ് ഓടി നടക്കുക. വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുത്താൽ ആ അവസരങ്ങളിലും അവളുടെ മനസ്സങ്ങ് വീട്ടിലാവും. ചെല്ലട്ടെ, ചെന്നിട്ട് 100 കൂട്ടം പണിയുണ്ട് എന്നും തിരികെ വീട് പുൽകാൻ ധൃതിയായിരുന്നു അവൾക്ക്. ഞാനില്ലെങ്കിൽ അവിടെ എല്ലാം അവതാളത്തിലാവുമെന്നേ. എൻ്റെ ഭർത്താവിന് ദൈവം സഹായിച്ച് ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയില്ല സ്വന്തമായി. പിന്നെ ഒരു സമാധാനമുണ്ട്, ഞാൻ ഈ എടുക്കുന്ന എഫേർട്ട്, കഷ്ടപ്പാട് അതൊരു പട്ടിക്കുഞ്ഞു പോലും അംഗീകരിക്കാറില്ല. ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി നടക്കുന്നു എന്നതാണ് എല്ലാവരുടെയും വിചാരം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ എത്ര കിടന്ന് പെടാപാടുപെടുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഞാൻ പോകുമ്പോൾ എൻ്റെ വില അവരൊക്കെ അറിയും എന്ന് അവൾ എന്നോ പറഞ്ഞതു അറം പറ്റിയതുപോലെ തോന്നി എനിക്ക്. ലവ് മാരേജ് ആയിരുന്നു അവരുടേത്. വീട്ടിൽ വിപ്ലവമുണ്ടാക്കി നടത്തിയ വിവാഹം. ഇത്ര ചെറുപ്പത്തിൽ പ്രാണസഖി പേറുവരിഞ്ഞു പോയതിൻ്റെ ആഘാതം അയാൾ എങ്ങനെയാവും അതിജീവിച്ചിട്ടുണ്ടാവുക? വല്ലാത്തൊരു ശൂന്യത അയാളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ. ആ വീടിൻ്റെ ഓരോ ഇഞ്ചിലും അവളുടെ അസാന്നിധ്യം മുഴച്ചു നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഓർത്തപ്പോൾ തന്നെ എനിക്ക് വീർപ്പ് മുട്ടി. ഞാൻ ഉടനെ ഫോണെടുത്ത് അയാളെ വിളിച്ചു. മുഴുവൻ റിങ്ങും അടിച്ച് അത് നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ തിരിച്ചു വിളിച്ചു. നേരത്തെ ഫോൺ സൈലൻറ്റിൽ മോഡിലായിരുന്നെന്നും അറിഞ്ഞില്ല എന്നും അയാൾ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. ക്ലബിൽ ടെന്നീസ് കളിക്കുകയായിരുന്നത്രേ. അതിനുശേഷം സുഹൃത്തുക്കളുമൊത്ത് ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തിരിച്ചു വിളിക്കാൻ ഒരു സാവകാശം കിട്ടിയതത്രേ. ഇപ്പോൾ പഴയ പോലെ യാത്രയില്ല ജോലിയിൽ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയോ? ഞാൻ കുശലം ചോദിച്ചു. വീട്ടിൽ പുതിയതായൊരു ഫുൾ ടൈം കുക്കിന് വെച്ചു. അവർ നന്നായി പാചകം ചെയ്യും. വീട്ടിലേക്കുള്ള റേഷനും മറ്റും അവർ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. അച്ഛനെ അമ്മയെ നോക്കാൻ ഇപ്പോൾ ഫുൾ ടൈം ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിക്കും ടെൻഷനില്ല. കുഴപ്പമില്ല, കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അയാൾ മറുപടി പറഞ്ഞു. എന്തോ എനിക്ക് പിന്നീട് അധിക നേരം ആ സംഭാഷണം തുടരാൻ സാധിച്ചില്ല. ഒട്ടു യാന്ത്രികമായി എന്തൊക്കെയോ കൂടി ചോദിക്കുകയും പറയുകയും ചെയ്തു ഞാൻ ആ ഫോൺ വെച്ചു. അറിയാതെ എന്നിൽ നിന്ന് ഒരു നെടുനിശ്വാസം ഉതിർന്നു വീണു. തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ പൊട്ടി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ എന്തിനാണ് അപ്പോൾ കരഞ്ഞത് ആവോ? അറിയില്ല. എനിക്ക് ആ സ്ത്രീയെ അപ്പോൾ വല്ലാതെ ഓർമ്മ വന്നു. ഒരിക്കൽ അവൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഫംഗ്ഷന് വരാതിരുന്നത് ഇയാളുടെ അമ്മയ്ക്ക് പനി വന്നതിൻ്റെ പേരിലാണ്. വീട്ടിലെന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. കൂടെ നിന്ന് ചെയ്യിച്ചില്ലെങ്കിൽ അവർ ഉഴപ്പമെന്ന് പറഞ്ഞ് അടുത്ത ബന്ധുവിൻ്റെ കല്യാണം മിസ് ചെയ്തവളാണ് അവൾ. അവൾ പല പാർട്ടികളും ഫംഗ്ഷനുകളും മിസ് ചെയ്തിട്ടുള്ളത് മക്കൾക്ക് പരീക്ഷ അടുത്ത സമയമാണ് എന്നും പറഞ്ഞാണ്. വീട്ടിലേക്ക് നേരത്തെ ഓടിപ്പോയിട്ടുള്ളത് ഭർത്താവിനും മക്കൾക്കും രാത്രിക്കലേക്ക് വല്ലതും വെച്ചു വിളമ്പണമെന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടാണ്. അവൾ എന്നും ആഗ്രഹിച്ചിരുന്നത് അവരിൽ നിന്നുള്ള ഒരു അംഗീകാരത്തിനാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ മീൻ പൊള്ളിച്ചത് വാഴയിലയിൽ പൊതിഞ്ഞു കൊടുത്തയക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് അയാളിൽ നിന്ന് ഒരു വിളി അയാൾ പ്രതീക്ഷിക്കും. ഒരിക്കലും അതുണ്ടാവാറില്ലെന്ന് മാത്രം. രാത്രി തിരികെ ക്ഷീണിച്ചു വന്നു കയറുന്ന അയാളോട് ഉച്ചക്കലത്തെ മീൻകറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊള്ളായിരുന്നു എന്ന ചടങ്ങ് മറുപടി അയാളിൽ നിന്ന് കേൾക്കുമ്പോൾ അവൾ വെറുതെ സങ്കടപ്പെട്ടുമായിരുന്നു. അവൾ എടുക്കുന്ന എഫേർട്സിന് ഒരിക്കലും വീട്ടിൽ ഭർത്താവോ മക്കളോ ഒന്നും അവളോടൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നില്ല. അക്കാര്യത്തിൽ അസംതൃപ്തി മരണം വരെയും അവളെ പിന്തുടർന്നിരുന്നു. ഇന്നെനിക്ക് അവളോട് പറയണമെന്നുമുണ്ട്. പെണ്ണെ, വീട്ടിൽ നീ ചെന്നില്ലെങ്കിലും ഒരു പുല്ലും വരാനില്ല. നീ ചെന്നില്ലെങ്കിലും നിൻ്റെ അമ്മായിയമ്മയെ നിൻ്റെ ഭർത്താവ് നോക്കിക്കൊള്ളും.
ഒരു ദിവസത്തേക്ക് അവരോട് ഭക്ഷണം പാചകം ചെയ്യാനോ ഓർഡർ ചെയ്യാനോ പറ. ഇത് ക്രിസ്മസ് എക്സാം അല്ലേ, ഓണപരീക്ഷയല്ലേ, പിള്ളേർ സ്വന്തം പഠിച്ചോളൂ. നീ അവിടെ ഇരേ, നിനക്ക് വല്ലപ്പോഴും കിട്ടുന്ന സമയമല്ലേ, പോവണ്ട, അവിടെ ഇരിയടി. പെണ്ണെ, ഈ ലോകത്ത് ആരും ആരെയും മിസ് ചെയ്യുന്നില്ല ഇവിടെ. അതൊക്കെ നമ്മുടെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്, തെറ്റിദ്ധാരണകൾ മാത്രം. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിലെ ഇഷ്ടങ്ങൾ ഹോമിക്കുമ്പോൾ ഇച്ഛാഭംഗം തോന്നാതിരിക്കാൻ നമ്മൾ അവനവനോട് പറയുന്ന ആശ്വാസവാക്കുകൾ. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരാണ് എന്ന് തോന്നുമ്പോൾ, നമ്മളില്ലെങ്കിൽ ആരുടെയൊക്കെയോ ജീവിതങ്ങൾ തകിടം മറിയുമെന്ന് ധരിക്കുമ്പോൾ ഒരിച്ചിരി ആശ്വാസം തോന്നും. ചങ്കിൽ കുത്ത് ഇത്തിരി കുറയും, അല്ലാതെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മളെ ആർക്കും വേണമെന്നില്ല ഈ ലോകത്തിൽ. നമ്മളില്ലെങ്കിലും ഇവിടെ കാര്യങ്ങൾ മുറക്കി നടക്കും. അതറിയണമെങ്കിൽ നമ്മളില്ലാതാവണം. ഒരു ദിവസം അങ്ങോട്ട് നിന്ന നിൽപ്പിൽ മാഞ്ഞു പോയാലും ഒരു പുല്ലനും നമ്മളെ മിസ് ചെയ്യില്ല ഇവിടെ, നോക്കിക്കൂ എന്ന്. അത് കേൾക്കാൻ അവൾ ഇന്നില്ലെങ്കിലും അതാണ് സത്യം, വേദനിപ്പിക്കുന്ന സത്യം. ഓർത്തിരിക്കാതെ ഒരു ദിവസം അവൾ മരിച്ചുപോയിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. ഒരു കുക്ക്, ഒരു ഹോം നഴ്സ്, 2 പേര് ജോലിക്കെടുത്തതോടെ അവളുടെ അസാന്നിധ്യം കൊണ്ടുണ്ടായ അസൗകര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. താനില്ലെങ്കിൽ ഈ വീട് തകിടം മറിയുമെന്ന് കരുതി ജീവിച്ച അവൾ മരമണ്ടി. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രം. ജീവിതം ഒന്നേയുള്ളൂ, എപ്പോൾ തീരുമെന്നും നിശ്ചയമില്ല. അതുകൊണ്ട് സന്തോഷിക്കുക. ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിന് വേണ്ട ആഹ്ലാദം കണ്ടെത്തുകയാണ്. അവനവന് വേണ്ടിയും സമയം ചെലവിടാൻ നിങ്ങൾ ശീലിക്കണം. നിങ്ങളുടെ സൗഹൃദങ്ങൾ, ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കരുത്. നിങ്ങളുടെ സന്തോഷങ്ങളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ പിന്തുടരുക. ഇടയ്ക്കൊക്കെ പോയി ഒന്ന് കടൽ കാണുക, കപ്പലണ്ടി കുറിച്ച് കാറ്റുകൊള്ളുക, പാർക്കിലോ ബീച്ചിലോ കറങ്ങി നടന്ന് വായിൽ നോക്കുക, ഇഷ്ടമുള്ള സിനിമകൾ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, സ്നേഹിതരുമായി സംസാരിക്കുക, വല്ലപ്പോഴും ഒരു കുഞ്ഞു യാത്ര പോവുക. തൻ്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും കണ്ടെത്തി അവനവനെ ആനന്ദിപ്പിക്കുക. മറ്റുള്ളവരുടെ സന്തോഷം ഉറപ്പാക്കുന്ന തിരക്കിൽ സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. സ്നേഹപൂർവ്വം, ഋഷു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ പല വീഡിയോകളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ട് ഇൻസ്പയറായി എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ ഇതൊന്നും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല എന്നും വിചാരിച്ച് കണ്ണുകളും ചെവികളും അടച്ചുപൂട്ടി ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഇതാണ് സന്തോഷമെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നിട്ടെന്താ അവർക്ക് കുഴപ്പം? അവർ നിങ്ങളെപ്പോലെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്നില്ലേ എന്ന്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ തോന്നുകയാണ്, നമുക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നാം എന്ത് ചെയ്തു? കുറ്റബോധമില്ലാതെ ഒരു മറുപടി തരാൻ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളാൽ ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഒരു കുറ്റബോധം കൊണ്ട് നീറി അവസാന ശ്വാസവും അതങ്ങ് കഴിയും. അതുകൊണ്ട് പെണ്ണുങ്ങളെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മേലെയോ സ്വയം സ്നേഹിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഉറപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ, ഹാവ് എ സേഫ് ഡേ. ഹലോ, പോകുന്ന വഴിക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.